നമസ്കാരം. നായ്ക്കളുടെ കടിയേറ്റ് ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരണങ്ങൾ സംഭവിക്കുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. വാക്സിൻ നൽകുന്നതിൽ വരുന്ന കാലതാമസമോ വാക്സിൻ ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തതോ വാക്സിന്റെ ഗുണനിലവാരമില്ലായ്മയോ അല്ലെങ്കിൽ കടിയുടെ തീവ്രത അനുസരിച്ച് ശരിയായ ചികിത്സ ലഭിക്കാത്തതോ ആകാമെന്നാണ് ആരോപണങ്ങൾ. എന്തായാലും റാബീസ് പോലുള്ള രോഗങ്ങൾക്ക് കൃത്യസമയത്തുള്ളതും ശരിയായതുമായ ചികിത്സ അത്യാവശ്യമാണ്. പേവിഷബാധയെ എങ്ങനെയാണ് ലോകം പ്രതിരോധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 1885 ജൂലൈയിൽ ഫ്രാൻസിലെ ജോസഫ് മിസ്റ്റർ എന്ന 9 വയസ്സുകാരന് പേപ്പട്ടിയുടെ കടിയേറ്റു. അവന്റെ മാതാപിതാക്കൾ തകർന്നു. ആ ദുർവിധി അവർക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. എങ്ങനെ മകനെ രക്ഷിക്കണം? ആ അപേക്ഷയുമായി അവർ പോയത് ഒരു ശാസ്ത്രജ്ഞന്റെ വീട്ടിലേക്കാണ്. ലൂയി പാസ്റ്റർ ആയിരുന്നു ആ ശാസ്ത്രജ്ഞൻ. പേവിഷത്തിനെതിരെ ഗവേഷണം നടത്തുന്ന പാസ്റ്റർ അക്കാലത്ത് ഒരു വാക്സിൻ തയ്യാറാക്കിയിരുന്നു. എന്നാൽ മനുഷ്യരിൽ പരീക്ഷിച്ചിരുന്നില്ല. ജോസഫിന്റെ ശരീരത്തിലേക്ക് വാക്സിൻ കുത്തിവെക്കാം എന്ന പാസ്റ്ററുടെ ആശയത്തെ ചില സഹഗവേഷകർ എതിർത്തു. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാരക വൈറസിനെ കുത്തിവെക്കുന്നതിന്റെ ധാർമ്മിക പ്രശ്നങ്ങളായിരുന്നു കാരണം. എന്നാൽ പാസ്റ്റർ മുന്നോട്ട് തന്നെ പോയി. വാക്സിൻ കുത്തിവെച്ചില്ലെങ്കിൽ എന്തായാലും ജോസഫ് മരിക്കും. എന്നാൽ കുത്തിവെച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ഒടുവിൽ ജോസഫിന്റെ ശരീരത്തിലേക്ക് വാക്സിൻ കുത്തിവെക്കപ്പെട്ടു. ഒടുവിൽ ആ ശുഭവാർത്ത എല്ലാവരും അറിഞ്ഞു. ജോസഫ് മിസ്റ്റർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവന് പേവിഷബാധ ഏറ്റില്ല. ഇതോടെ ലൂയി പാസ്റ്റർ പ്രശസ്തനായി. ലോകമെങ്ങും റാബീസിനെതിരെ പോരാടാനായി അദ്ദേഹം ശ്രമം തുടർന്നു. ഒടുവിൽ മനുഷ്യരാശിയെ കാർന്നു നിന്ന ആ മഹാമാരി നിയന്ത്രണത്തിലായി. ആ വാക്സിൻ കണ്ടെത്തുന്നതിന് മുൻപ് പേവിഷബാധയേറ്റാൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കടുത്ത വേദന അനുഭവിച്ച് നരകയാതനയോടെ മരണമടയുക എന്നതായിരുന്നു അക്കാലത്ത് പേവിഷബാധയെതിരെ കാത്തിരുന്ന വിധി. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതിനോടും നമ്മൾ പാസ്റ്ററോട് കടപ്പെട്ടിരിക്കുന്നു. അത്രയ്ക്കൊണ്ട് ആ മനുഷ്യൻ ലോകത്തിന് നൽകിയ സേവനങ്ങൾ. ഫ്രാൻസിലെ ജൂറ മേഖലയിലുള്ള ഡോലെ എന്ന പ്രദേശത്ത് 1882 ഒരു ക്രിസ്മസ് കാലത്താണ് പാസ്റ്റർ ജനിച്ചത്. ലൂയി പാസ്റ്റർ ഭക്ഷ്യമേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന പാസ്റ്ററൈസേഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയാണ്. വീഞ്ഞിനെ അമിതമായി പുളിപ്പിച്ച് കേടാക്കുന്ന സൂക്ഷ്മാണുക്കളെ താപോർജ്ജം നൽകി നശിപ്പിക്കാമെന്ന് പാസ്റ്റർ കണ്ടെത്തി. ഇതിനുള്ള സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചു. ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ കൈവച്ച പാസ്റ്ററിന് ഇടയ്ക്ക് എപ്പോഴോ വാക്സിനുകളുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യം തോന്നി. ആ തോന്നൽ കൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടത് മൊത്തം മനുഷ്യരാശിയാണ്. 1879 കോഴികൾക്ക് വരുന്ന ചിക്കൻ കോളറ എന്ന അസുഖത്തിനാണ് പാസ്റ്റർ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത്. തുടർന്ന് ആന്ത്രാക്സ് തുടങ്ങിയ ചില രോഗങ്ങൾക്കും അദ്ദേഹം വാക്സിൻ വികസിപ്പിച്ചു. 1885 തന്റെ 63-ാം വയസ്സിലാണ് പാസ്റ്ററുടെ ജീവിതത്തിലെ നാഴികക്കല്ലായ കണ്ടെത്തൽ നടക്കുന്നത്. പേപ്പട്ടി വിഷത്തിനുള്ള വാക്സിൻ. വളരെ ലളിതമായിരുന്നു പാസ്റ്ററിന്റെ സിദ്ധാന്തം. ഒരു വൈറസിനെ ദുർബലപ്പെടുത്തി ശരീരത്തിന് കൊടുത്താൽ അതിനെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശരീരമൊരുക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ശരിക്കും വൈറസ് ആക്രമിക്കുമ്പോൾ ശരീരത്തിന് പിടിച്ചു നിൽക്കാനാകും. റാബീസ് വാക്സിൻ ഉണ്ടാക്കാനായി പാസ്റ്റർ പേബാധയേറ്റ ചില മുയലുകളിൽ നിന്ന് വൈറസിനെ ശേഖരിച്ചു. തുടർന്ന് ഒരാഴ്ചയോളം വിവിധ പ്രക്രിയകളിലൂടെ ഇതിനെ ദുർബലപ്പെടുത്തി.